ഇത് ഹിന്ദുക്കളുടെ അമ്പലം പണിയുന്നതിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാനുള്ള സ്ഥലമല്ല ഇത്. ഗാസയുടെ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുമായിരുന്നു. തറ മൂല്യം നിർണ്ണയിച്ചുകൊണ്ട് 10 സെന്റ് സ്ഥലം ആ അമ്പലത്തിന്റെ ആളുകൾക്ക് വിട്ടു നൽകാം എന്ന് സഭ തീരുമാനമെടുത്തിരിക്കുന്നു. ഇത് ഞങ്ങളുടെ ബിഷപ്പിന്റെ സ്ഥലമാണ്, ഇത് ഞങ്ങളുടെ സഭയുടെ സ്ഥലമാണ്, ഇത് ക്രിസ്ത്യാനികളുടെ സ്ഥലമാണ്. അല്ലാണ്ട് ഹിന്ദുക്കൾക്ക് അവർ പറഞ്ഞ ഉടനെ വിട്ടുകൊടുക്കാനുള്ള സ്ഥലമല്ല ഇത്. ക്രിസ്ത്യൻ വർഗീയത പറഞ്ഞു നടന്നുകൊണ്ടിരുന്ന ഗാസ എന്ന വർഗീയ കൂട്ടങ്ങൾക്ക് സഭയിൽ നിന്ന് തന്നെ തലക്കടികിട്ടിയിരിക്കുന്നു. ഏതായാലും വളരെയധികം സന്തോഷമുണ്ട്. വഖഫ് ബോർഡിനെ വെച്ചുകൊണ്ട് മുസ്ലിംസ് ക്രിസ്ത്യൻസിന്റെ സ്ഥലം കയ്യേറുന്നു, സ്ഥലം ആക്രമിച്ച് ഏറ്റെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സമൂഹത്തിൽ വ്യാപകമായ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ടിരുന്ന ഗാസയ്ക്ക് ഇതൊരു കനത്ത പ്രകടനം തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം പാലാ ബിഷപ്പിന്റെ പറമ്പിൽ കപ്പ ഇടുന്നതിന് വേണ്ടിയിട്ട് കിളച്ചപ്പോൾ തന്നെ അവിടെ ഒരു വലിയൊരു കല്ല് അവിടെ കടന്നു കിട്ടി. അതെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പം ശിവലിംഗത്തോട് സാദൃശ്യം തോന്നി. ഇത് ശിവലിംഗം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ വരികയും അതവിടെ നേരത്തെ ഒരു അമ്പലം അവിടെ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾ അവിടെ കടന്നു വരികയും അതൊരു അമ്പലമായിരുന്നു, അതൊരു തറവാടിന്റെ കീഴിലുള്ള അമ്പലമായിരുന്നു, അവിടെ പൂജയും വഴിപാടും അവിടുത്തെ ഒരു വലിയൊരു ക്ഷേത്രമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവർ കടന്നു വന്നു. ഈ സംഭവം ഉണ്ടായപ്പോൾ ഗാസയുടെ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുമായിരുന്നു. എനക്കൊന്നും പറയാനില്ലായിരുന്നു വർഗീയവാദികളെ. മുസ്ലിംസിനെതിരെ ഇത്രയും നീചകരമായിട്ടുള്ള പ്രചരണം BJP കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ല കാലം കണക്ക് പറയാതെ പോകത്തില്ലെന്നുള്ള കാര്യം. കൃത്യമായി കാലം നിങ്ങളോട് കണക്ക് പറഞ്ഞിരിക്കുന്നു. കാലത്തിന്റെ മുമ്പിൽ നിങ്ങൾക്ക് മാപ്പില്ല കാസക്കൂട്ടങ്ങളെ. സമൂഹത്തിൽ ഇത്രയധികം വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് നിറയുന്ന ഈ സാഹചര്യത്തിൽ ക്രൈസ്തവ വർഗീയത കൂടി നിങ്ങൾ വിറ്റ് BJPക്ക് വേണ്ടി BJPക്കൊപ്പം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി ക്രൈസ്തവ വർഗീയത കൂടി വിറ്റ് ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് BJPക്ക് നേട്ടം കൊയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത കാസ എന്ന വർഗീയ കൂട്ടങ്ങളിൽ നിങ്ങൾക്കുള്ള കനത്ത തിരിച്ചടിയായിരിക്കുന്നത്. ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ സഭ തീരുമാനിച്ചിരിക്കുന്നത് ആ ശിവലിംഗം കിട്ടിയ അത്രയും സ്ഥലം, ഒരു 10 സെന്റ് സ്ഥലം, തറ മൂല്യം അവിടുത്തെ സ്ഥലത്തിന്റെ മൂല്യം എത്രയാണോ അത്രയും രൂപ വയ്ക്ക് അവിടുത്തെ 10 സെന്റ് സ്ഥലം ഈ ക്ഷേത്രത്തിന്റെ മുൻ അധികാരികൾക്കോ അല്ലെങ്കിൽ അവിടുത്തെ ഹൈന്ദവ ആചാരപ്രകാരം ജീവിക്കുന്ന ആളുകൾക്കോ അത് വിൽക്കാമെന്ന് സഭ തീരുമാനിച്ചിരിക്കുന്നത്. തറ മൂല്യം നിർണ്ണയിച്ചുകൊണ്ട് 10 സെന്റ് സ്ഥലം ആ അമ്പലത്തിന്റെ ആളുകൾക്ക് വിട്ടു നൽകാം എന്ന് സഭ തീരുമാനമെടുത്തിരിക്കുന്നു. എന്റെ കാസകളെ, നിനക്കൊന്നും പറയാതെ ഇത് ഞങ്ങൾ വിട്ടു തരത്തില്ല, ഇത് ഞങ്ങളുടെ ബിഷപ്പിന്റെ സ്ഥലമാണ്, ഇത് ഞങ്ങളുടെ സഭയുടെ സ്ഥലമാണ്, ഇത് ക്രിസ്ത്യാനികളുടെ സ്ഥലമാണ്. അല്ലാണ്ട് ഹിന്ദുക്കൾക്ക് അവർ പറഞ്ഞ ഉടനെ വിട്ടുകൊടുക്കാനുള്ള സ്ഥലമല്ല ഇത്. ഇത് ഹിന്ദുക്കളുടെ അമ്പലം പണിയുന്നതിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാനുള്ള സ്ഥലമല്ല ഇത് എന്ന് പറയാൻ നിനക്കൊക്കെ എന്താ കഴിയാത്ത കാസകളെ? നീയൊക്കെ RSSനൊപ്പം നിൽക്കുവോ? നീയൊക്കെ മതേതരത്തിനൊപ്പം നിൽക്കുവോ? ഒരിക്കലും നിങ്ങൾ മതേതരത്തിനൊപ്പം നിങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. നിന്റെയൊക്കെ ഇരട്ടത്താപ്പ് ഇവിടെ തകർന്നു വീഴുക ചെയ്തിരിക്കുന്നത്. നീയൊക്കെ മുസ്ലിംസിനെതിരെ, മുസ്ലിം വിഭാഗത്തിനെതിരെ നീയൊക്കെ BJPയെ കൂട്ടുപിടിച്ച് RSSനെ കൂട്ടുപിടിച്ച് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയപ്പോൾ നീ അറിഞ്ഞില്ല അല്ലേ ഇങ്ങനൊരു പണി വരുമെന്ന്? ഇപ്പൊ കണ്ടില്ലേ, കൃത്യസമയത്ത് കിട്ടിയില്ല നിങ്ങൾക്ക്. RSS ഈ വിഷയത്തിൽ ആർക്കൊപ്പം നിൽക്കും? ബിഷപ്പിനൊപ്പം നിൽക്കുമോ അതോ അവിടുത്തെ ഈ ക്ഷേത്രമുണ്ട് എന്ന് പറഞ്ഞ ആളുകൾക്കൊപ്പം നിൽക്കുമോ? ആ സ്ഥലം ബിഷപ്പിന്റെ സ്ഥലമാണ്, അത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ RSSനെ കൊണ്ട് കഴിയത്തില്ല. അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു കാരണവശാലും RSSനെയും BJPയും അതുപോലെ തന്നെ വർഗീയത പ്രചരിപ്പിക്കുന്ന ക്രിസ്ത്യൻ വർഗീയത പ്രചരിപ്പിക്കുന്ന കാസക്കാരെയും അതുപോലെ തന്നെ മുസ്ലിം വർഗീയത പ്രചരിപ്പിക്കുന്ന SDP പോലുള്ള വർഗീയ കൂട്ടങ്ങളെയും ഇതുപോലത്തെ യാതൊരു വർഗീയ കൂട്ടങ്ങളെയും നിങ്ങൾ ആരും വിശ്വസിക്കരുത്. ഇവരെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി നമ്മളെ തമ്മിൽ ഭിന്നിക്കുന്നതിന് വേണ്ടി തന്നെ നടക്കുന്ന ആളുകളാണ്. ഒന്നിനും മറുപടി പറയാതെ ഒരു കാലവും മുൻപോട്ട് പോകത്തില്ല. അതുകൊണ്ട് കാസയ്ക്കും RSSനൊക്കെ തലയ്ക്കടിയാണ് കിട്ടിയിരിക്കുന്നത്.